അച്ചാറൊക്കെ തീർന്നില്ലേ മാ? തീർന്ന് അച്ചാറൊക്കെ തീർന്നു. കുറച്ചിടണം, കുറച്ച് ഇരുമ്പമ്പുളി പൊട്ടിക്കണം. ഇരുമ്പാമ്പുളിമ ഉണ്ട് അതിന്. ഇരുമ്പമ്പുളിമ ഉണ്ട്. ഇത്തവണ നമ്മളുടെ ഇരുമ്പാമ്പുളിമ രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടോ കായ്ക്കുന്നത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്ക് ഇരുമ്പാമ്പുളിയിൽ നിന്നും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലുള്ള 3 പേരും സ്കൂളിൽ പോകുന്നവരായതുകൊണ്ട് തന്നെ സ്കൂളിലോട്ടുള്ള ലഞ്ച് ബോക്സിൽ കറികളുടെ കൂട്ടത്തിൽ അച്ചാറോ ഉപ്പിലിട്ടതോ ഉണ്ടാകുന്നത് സന്തോഷം മാത്രമല്ല ഒരു മനസ്സുഖം കൂടിയാണല്ലേ. അപ്പോൾ ദാ ഞങ്ങൾ ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതാ ഇതുപോലൊരു വലിയ പാത്രം നിറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇരുമ്പാമ്പുളി ഇതാ 4ആയി ഭാഗിച്ചിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാണ് അരിയാറ്. ഇരുമ്പാമ്പുളി പല രീതിയിൽ അച്ചാറുണ്ടാക്കും കേട്ടോ. അതിനായിട്ട് പലതരത്തിലാണ് മുറിക്കാറ്. ഇപ്പോൾ ഇത് മുറിച്ച് ഉപ്പ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ആ ഉപ്പ് വെള്ളം പിഴിഞ്ഞ് കളയാണ് ഈ കാണുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് വെയിലത്തിട്ട് വാട്ടിയെടുക്കണം. അധികം ഉണങ്ങി പോകാതെ നോർമൽ ഒരൊറ്റ വെയിലിന് വാടി കിട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മളിത് വാട്ടിയെടുക്കുന്നത്. ഇരുമ്പാമ്പുളി നേരിട്ട് അച്ചാറിനേക്കാട്ടിലും എനിക്കിഷ്ടം ഇതുപോലൊന്ന് വെയിലത്തിട്ട് വാട്ടിയതിന് ശേഷം അച്ചാറിടുന്നതാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇത് വാടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി നമുക്ക് അച്ചാറുണ്ടാക്കലാണല്ലോ. നമ്മൾ എണ്ണയിലാണ് കേട്ടോ അച്ചാറുണ്ടാക്കാറ്. കടുകും വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് അരപ്പുകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അരപ്പുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും. അതിനുശേഷം നമുക്ക് പാകത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ താരത്തെ അങ്ങോട്ട് തട്ടി കൊടുക്കാം. പിന്നീട് സുർക്കയും പാകത്തിന് ഉപ്പും കൂടെ ഒഴിച്ച് ജസ്റ്റ് ഇളക്കിയ ശേഷം വാങ്ങി വയ്ക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി.